ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ എം പി നേടിയ ഉജ്ജ്വല വിജയം കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ പ്രതിഭാസത്തിന് തുടക്കമിട്ട് കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയ നിരീക്ഷകർ ഈ പ്രതിഭാസത്തെ ഷാഫി ഇഫക്റ്റ് എന്ന് വിശേഷിപ്പിക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ വ്യാപ്തി വ്യക്തമാക്കുന്നത് തൊട്ടുപിന്നാലെ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലാണ്. ഉത്തര കേരളത്തിൽ പ്രത്യേകിച്ചും കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ UDFന്റെ അവിശ്വസനീയമായ മുന്നേറ്റത്തിന് പിന്നിലെ പ്രധാന ചാലകശക്തിയായി ഷാഫിയുടെ പ്രചാരണ പങ്കാളിത്തം മാറിയെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിനു ശേഷം തന്നെ UDF നേതൃത്വം ഒരു കാര്യം തിരിച്ചറിഞ്ഞിരുന്നു. ഷാഫി പറമ്പിൽ കേവലം ഒരു MP എന്നതിലുപരി ഊർജ്ജസ്വലതയും ജനകീയ ആകർഷണശേഷിയുമുള്ള ഒരു ട്രബിൾ ഷൂട്ടറായി മാറിയിരിക്കുന്നു. അതിനാൽ തന്നെ വരും തെരഞ്ഞെടുപ്പുകളിൽ ഉത്തര കേരളത്തിലെ പ്രചാരണത്തിലെ കേന്ദ്ര ബിന്ദുവായി ഷാഫി മാറുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ UDF പ്രവർത്തകർക്കും സ്ഥാനാർത്ഥികൾക്കുമിടയിൽ ഷാഫിയുടെ സാന്നിധ്യത്തിനായി ശക്തമായ മുറവിളി ഉയർന്നു. പാർട്ടിയുടെ ഈ ആവശ്യം അദ്ദേഹം പൂർണ്ണമായി ഉൾക്കൊണ്ടു. അദ്ദേഹത്തിന്റെ പ്രചാരണ രീതികളിലും പങ്കാളിത്തത്തിലും വ്യക്തമായത് ഒരു പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരന്റെ അർപ്പണബോധമാണ്. ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ഷാഫിയുടെ തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ മറ്റേതൊരു മുതിർന്ന UDF നേതാവിന്റേതിനേക്കാളും തിരക്കിട്ടതായിരുന്നു. സാധാരണ രാഷ്ട്രീയ നേതാക്കളുടെ പ്രചാരണ സമയക്രമങ്ങളെ അപേക്ഷിച്ച് ഷാഫിയുടേത് വ്യത്യസ്തമായിരുന്നു. രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്ന പര്യടനം പല ദിവസങ്ങളിലും അവസാനിച്ചത് രാത്രി 12 മണിക്ക് ശേഷമാണ്. UDF നിരയിൽ മറ്റൊരു നേതാവും ഇത്രയധികം സ്ഥലങ്ങളിൽ ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് പ്രചാരണത്തിന് പോയിട്ടുണ്ടാവില്ല. ഇത് അദ്ദേഹത്തിന്റെ ശാരീരിക ക്ഷമതയും രാഷ്ട്രീയത്തോടുള്ള പ്രതിബദ്ധതയും എടുത്തു കാണിക്കുന്നുമുണ്ട്. തന്റെ പ്രവർത്തന മണ്ഡലമായ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനൊപ്പം തന്നെ അദ്ദേഹം അയൽ ജില്ലകളിലേക്കും ദക്ഷിണ കേരളത്തിലേക്കും യാത്ര ചെയ്തു. പാലക്കാട്, മലപ്പുറം, കാസർഗോഡ്, തൃശൂർ, കൊല്ലം, തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ അദ്ദേഹം പ്രചാരണം നടത്തി. വടകര പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും കുറഞ്ഞത് 2 തവണയെങ്കിലും ഷാഫി പ്രചാരണത്തിനെത്തി. ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ അതിലേറെ തവണയും സന്ദർശനം നടത്തി. കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും അദ്ദേഹം സജീവമായി പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കണ്ടതുപോലെ രാത്രി വൈകിയും ഷാഫിയെ കാണാനും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനും ജനക്കൂട്ടം കാത്തുനിന്നു. ഈ ജനകീയ പ്രതികരണം വെറും പ്രസംഗങ്ങൾക്കപ്പുറം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ആകർഷണീയതയും യുവതലമുറയുമായുള്ള ബന്ധവും സൂചിപ്പിക്കുന്നുണ്ട്. ഈ ജനകീയത വോട്ടായി മാറിയെന്നതാണ് കോഴിക്കോട്, കണ്ണൂർ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. ഷാഫിയുടെ തീവ്രമായ പ്രചാരണത്തിന് ഏറ്റവും വലിയ നേട്ടമുണ്ടായത് കോഴിക്കോട് ജില്ലയിലാണ്. ഇടതുപക്ഷത്തിന് ശക്തമായ വേരോട്ടമുള്ള കോഴിക്കോട് ജില്ലയിൽ UDF നടത്തിയ മുന്നേറ്റം അപ്രതീക്ഷിതമായിരുന്നു. 19 പഞ്ചായത്തുകളാണ് UDF ഒറ്റയടിക്ക് പിടിച്ചെടുത്തത്. 3 പഞ്ചായത്തുകളിൽ തുല്യനില നേടാനും സാധിച്ചു. ഇതിലെല്ലാം ഉപരിയായി ആദ്യമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഭരണം UDFന് ലഭിച്ചത് ഷാഫി ഇഫക്റ്റിന്റെ ഏറ്റവും വലിയ തെളിവായി വിലയിരുത്തപ്പെടുന്നുണ്ട്. മണിയൂർ, പുറമേരി തുടങ്ങിയ പരമ്പരാഗത ഇടതു കോട്ടകളായിരുന്ന പഞ്ചായത്തുകൾ UDF പിടിച്ചെടുത്തത് ഇടതു മുന്നണിയെ സംബന്ധിച്ച് വലിയ ആഘാതമായി. കോഴിക്കോട് കോർപ്പറേഷനിലും കൊയിലാണ്ടി നഗരസഭയിലും UDF മികച്ച മുന്നേറ്റം നടത്തി. കോർപ്പറേഷൻ പരിധിയിൽ മിക്കവാറും ദിവസങ്ങളിൽ ഷാഫിയുടെ സജീവ സാന്നിധ്യമുണ്ടായിരുന്നു. പോലീസിന്റെ അതിക്രമത്തിൽ ഷാഫിക്ക് പരിക്കേറ്റ പേരാമ്പ്ര പഞ്ചായത്ത് UDF തിരിച്ചുപിടിച്ചത് രാഷ്ട്രീയപരമായ ഏറെ പ്രാധാന്യത്തോടെയാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രവർത്തകരുടെ മനോവീര്യം വർദ്ധിപ്പിക്കാൻ ഈ വിജയം സഹായകമായി. കണ്ണൂർ ജില്ലയിലും കുന്നോത്തുമറവ് പഞ്ചായത്ത് ഉൾപ്പെടെ ഒട്ടേറെ പഞ്ചായത്തുകൾ UDF പിടിച്ചെടുത്തു. ഇത് തീർച്ചയായും സംസ്ഥാന രാഷ്ട്രീയത്തിൽ യുവ നേതാക്കൾക്ക് ജനങ്ങളെ സ്വാധീനിക്കാൻ സാധിക്കുമെന്നതിന്റെ കൃത്യമായ സൂചനയാണ്. എല്ലാ മികച്ച വിജയങ്ങൾക്കിടയിലും ഷാഫി പറമ്പലിനും UDFനും തലവേദന സൃഷ്ടിക്കുന്ന ചില തിരിച്ചടികളും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഹൃദയഭാഗമായ വടകര നഗരസഭയിൽ UDFന് ചലനം സൃഷ്ടിക്കാൻ സാധിച്ചില്ല. ഇവിടെ കോൺഗ്രസ് വലിയ തകർച്ചയാണ് നേരിട്ടത്. കഴിഞ്ഞ തവണ കൈവശമുണ്ടായിരുന്ന 3 വാർഡുകളാണ് കോൺഗ്രസിന് നഷ്ടമായത്. വടകരയിലെ ഈ തിരിച്ചടി ഷാഫിയുടെ വ്യക്തിപരമായ സ്വാധീനം പ്രാദേശിക തലത്തിൽ പൂർണ്ണമായി വോട്ടാക്കി മാറ്റാൻ UDF സംവിധാനത്തിന് കഴിഞ്ഞില്ല എന്ന വിമർശനത്തിന് വഴിയൊരുക്കി. കൂടാതെ വാണിമേൽ, അഴിയൂർ പോലുള്ള പ്രധാനപ്പെട്ട പഞ്ചായത്തുകൾ നഷ്ടമായതും ഈ വലിയ നേട്ടങ്ങൾക്കിടയിലെ ചർച്ചാ വിഷയമായി. ഈ തിരിച്ചടികൾ സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തിയുടെ ജനകീയതയും സ്വാധീനവും ഉണ്ടെങ്കിൽ പോലും പ്രാദേശിക ഘടകങ്ങളുടെയും സംഘടനയുടെയും കെട്ടുറപ്പിന്റെയും പ്രാധാന്യം തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ നിർണായകമാണ് എന്നതാണ്. ഷാഫി ഇഫക്റ്റ് എന്ന പ്രതിഭാസം വെളിപ്പെടുത്തുന്നത് 3 പ്രധാന രാഷ്ട്രീയ സത്യങ്ങളാണ്. ഊർജ്ജസ്വലമായ യുവ നേതാക്കൾക്ക് ജനങ്ങളുമായി നേരിട്ട് ബന്ധം സ്ഥാപിക്കാനും പരമ്പരാഗത രാഷ്ട്രീയ വോട്ടുകളെ ഇളക്കാനും ഇത് സഹായിക്കുന്നു. അതോടൊപ്പം തീവ്രവും അർപ്പണബോധവുമുള്ള പ്രചാരണത്തിന് തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും. വ്യക്തിപരമായ സ്വാധീനം ഉണ്ടായിരുന്നിട്ടും വടകര നഗരസഭയിലെ തിരിച്ചടി സൂചിപ്പിക്കുന്നത് താഴെത്തട്ടിലുള്ള സംഘടനാപരമായ പോരായ്മകൾ പരിഹരിക്കേണ്ടത് UDFന് അത്യാവശ്യമാണ് എന്നാണ്. ഈ തെരഞ്ഞെടുപ്പ് വിജയം UDFന് നൽകുന്നത് വലിയ ആത്മവിശ്വാസമാണ്. വടകരയിൽ ഷാഫി പറമ്പിൽ സൃഷ്ടിച്ച തരംഗം വരും നിയമസഭാ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ എങ്ങനെ പ്രയോജനപ്പെടുത്തുമെന്നതിനെ ആശ്രയിച്ചിരിക്കും കേരള രാഷ്ട്രീയത്തിന്റെ ഭാവിഗതി.